വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് ഒരുക്കങ്ങൾ പൂർണ്ണം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ 17 പേർ വേദിയിലുണ്ടാവും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വേദിയിൽ ഇരിപ്പിടമുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രി വി എൻ വാസവൻ എന്നിവർ മാത്രമായിരിക്കും സംസാരിക്കുക. ടി വി പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അക്കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിന് വേദിയിൽ ഇരിപ്പിടമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരമുള്ള ഓർഡറിൽ 9ാം സ്ഥാനത്തായിട്ടാണ് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. വേദിയിൽ പ്രസംഗിക്കുന്നത് 3 പേർ മാത്രമാണെന്നും അറിയാൻ സാധിക്കുന്നു. മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണല്ലോ. ടി വി പ്രസാദ്, എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്? അതെ അരുൺ, എനിക്ക് പിറകിൽ കാണുന്ന ഈ വേദിയിലാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തിച്ചേരുക. പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രസംഗിക്കാനും അതുപോലെ തന്നെ പരിപാടിയുടെയും മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ഇതിനകം ലഭ്യമായിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെ 3 പേർക്ക് മാത്രമാണ് പ്രസംഗിക്കാനുള്ള അവസരമുള്ളത്. അതിൽ തുറമുഖ മന്ത്രി വി എൻ വാസവനാണ് സ്വാഗതം പറയുക. 11:02 മുതൽ 11:05 വരെ 3 മിനിറ്റാണ് വാസവന്റെ സമയം. 11:10 മുതൽ 11:15 വരെയാണ് ഈ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അതിനു മുമ്പാകെ 11:05 മുതൽ 11:10 വരെയാണ് മുഖ്യമന്ത്രിക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടാവുക. 10:30 പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരം. 25 മിനിറ്റ് പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തും. ബർത്തും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക കാര്യങ്ങളും എല്ലാം പരിശോധിക്കും. 11 മണിക്ക് പ്രധാനമന്ത്രി വേദിയിലെത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11:02 പ്രസംഗം തുടങ്ങുക. വി വാസവൻ സ്വാഗതം പറയും. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ്. 11:10 രാജ്യത്തിന് സമർപ്പിക്കും. 11:15 മുതൽ 12 മണിവരെ 45 മിനിറ്റാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുക. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ഉൾപ്പെടെ 17 പേർക്ക് വേദിയിൽ ഇരിപ്പിടമുണ്ട്. അതിൽ വി ഡി സതീശൻ പങ്കെടുക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കരുതിയത് കോൺഗ്രസ് നേതാക്കൾക്ക് എംപിമാർക്ക് ഉൾപ്പെടെ സംസാരിക്കാനുള്ള അവസരമുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ ഒരു ഏറ്റുമുട്ടലിന്റെ വേദി കൂടി വിഴിഞ്ഞം ആകുമായിരുന്നു. ഇനിയിപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. 3 ആളിലേക്ക് മാത്രമായി ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസായിരിക്കും അത് നിശ്ചയിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ ഗവർണർക്കൊക്കെ രാജ്ഭവനിൽ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കാൻ കൊടുക്കുമ്പോൾ അവിടെ നിന്നായിരിക്കും ഫൈനൽ പ്രോഗ്രാം ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ 3 പേരെ മാത്രം ക്ഷണിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്, അല്ലേ, പ്രസംഗിക്കാൻ? അതെ അരുൺ, അത് തന്നെയാണ്. അരുൺ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത്. എന്തായാലും ഇത് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വിവാദം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വേദിയിലുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അരുൺ വിശാലമായ സദസ്സ്. 7500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സദസ്സിലേക്ക് ഉദ്യോഗസ്ഥരും MLA മാരും മുൻ മന്ത്രിമാരൊക്കെ എത്തിക്കഴിഞ്ഞു.